ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. പ്രധാന വാതിലിന് നേരെയായിട്ട് പൂജാ റൂം വരാൻ പാടുണ്ടോ? അതുപോലെ ഇപ്പൊ ഓപ്പൺ കിച്ചൺ ഒക്കെയാണ് കൂടുതലും ആളുകൾ ചെയ്യണത്. അപ്പൊ ഈ കിച്ചണിൽ പൂജാ റൂം വരാൻ പാടുണ്ടോ? ആദ്യത്തെ കാര്യം, പ്രധാന വാതിലിന് നേരെയായിട്ട് പൂജാ റൂം വെക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വീടിന്റെ ബ്രഹ്മസൂത്രത്തെ തടസ്സപ്പെടുത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ പൂജാ റൂം വെക്കാം. ബ്രഹ്മസൂത്രം ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പൂജാ റൂമിന്റെ എനർജിയിൽ വ്യത്യാസം വരും. ഇത് ആ വീട്ടിലുള്ള ആളുകൾക്ക് പ്രശ്നമായിട്ട് വരും. അപ്പൊ അങ്ങനെ അവിടെ ഒന്നുകിൽ നിങ്ങൾ ആ പൂജാ റൂമിന്റെ ഉള്ളിൽ ഈ ബ്രഹ്മസൂത്രം പാസ് ചെയ്യാനായിട്ട് ജനാല കൊടുക്കുക, അതല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പൂജാ റൂം മാറ്റുക. രണ്ടാമത്തെ കാര്യം, കിച്ചണിൽ പൂജാ റൂം വരാൻ പാടുണ്ടോ? കിച്ചണിൽ പൂജാ റൂം വെക്കാം നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരു കാരണവശാലും കിച്ചണിൽ പൂജാ റൂം സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇത് പൂജാ റൂമിലെ എനർജിയുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള ആളുകൾക്ക് സ്വരച്ചേർച്ചക്കുറവ്, കലഹം, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനേക്കാളും ഏറ്റവും നല്ലത് പൂജാ റൂം വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വളരെ ശുദ്ധതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ സ്ഥാപിക്കുകയാണ്. ഇനി പൂജാ റൂം ഒരു കാരണവശാലും ടോയ്ലറ്റ് വാളിനോട് ചേർന്നിട്ട് വരാൻ പാടില്ല. ടോയ്ലറ്റിന്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന രീതിയിലും പൂജാ റൂം വരാൻ പാടില്ല. ഈ പൂജാ റൂം ഒന്നുകിൽ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത്, ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് മൂലയിൽ സ്ഥാപിക്കുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഡിവൈൻ എനർജി, പോസിറ്റിവിറ്റി ഒക്കെ ഉണ്ടാവുന്ന ഒരു ദിശ എന്ന് പറയുന്നത് ഈശാനകോൺ, വടക്ക് കിഴക്ക് മൂലയാണ്. അപ്പൊ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമായി നിന്ന് പൂജ ചെയ്യുന്നത്, വിളക്ക് തെളിയിക്കുന്നതൊക്കെ വളരെയധികം ഐശ്വര്യപൂർണ്ണമാണ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, കന്നിമൂലയിൽ ഒരു കാരണവശാലും പൂജാ റൂം വരാൻ പാടില്ല. കന്നിമൂല എന്ന് പറയുന്നത് സൃഷ്ടി നടത്താൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അതായത് ഒരു ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങാനും അവർക്ക് സന്തതി പരമ്പരകളെ ഉണ്ടാക്കാനും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഈ കന്നിമൂല. അതുകൊണ്ടാണ് അവിടെ മെയിൻ ബെഡ്റൂം വരണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് നിങ്ങൾ പൂജാ റൂം ആക്കുകയാണെങ്കിൽ അത് ദോഷമാണ്. ഈ വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങോ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമോ ഉണ്ടാകും.